നമ്പർ 20 മദ്രാസ് മെയിലിൻ്റെ ഷൂട്ടിംഗ് കഴിഞ്ഞ് ആ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയാണ് നടി സുചിത്ര കൂട്ടുകാരികളോടൊപ്പം. കോളേജിൽ ആ വിശേഷങ്ങളൊക്കെ കേട്ടിരുന്ന കൂട്ടുകാരികളിൽ ഒരാൾ അന്നൊരിക്കലും വിചാരിച്ചിട്ടുണ്ടാവില്ല പിന്നീട് അതേ മോഹൻലാലിനോടൊപ്പം എന്നും ഓർത്തിരിക്കുന്ന കുന്നുമ്മേൽ ശാന്ത എന്ന കഥാപാത്രമായി മാറാൻ പറ്റുമെന്ന്. സോന നായരാണ് ചേരുന്നത്. നമസ്കാരം. നമസ്കാരം. വല്ലാത്തൊരു ഇൻട്രൊഡക്ഷൻ ആണല്ലോ. അങ്ങനെ ഒരിക്കലും കരുതിയിട്ടുണ്ടാവില്ലല്ലോ അദ്ദേഹവുമായി ത്രൂ ഔട്ട്. ഇവൻ സുചിത്രയ്ക്ക് പോലും അങ്ങനെ ഒരു വേഷം കിട്ടിയിട്ടില്ല. അയ്യോ, അങ്ങനെ പറയാൻ പറ്റില്ല. നമ്പർ 20 സുജി ആണല്ലോ. സുജി എൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു. അപ്പോൾ കോളേജിൽ വെച്ചിട്ട് സുജി അന്ന് ഒരുപാട് അത് കഴിഞ്ഞിട്ട് ഗോപുരവാസല എന്നൊക്കെ പറഞ്ഞിട്ട് കാർത്തികിൻ്റെ കൂടെ തമിഴ് വർക്കൊക്കെ തമിഴ് മൂവിയൊക്കെ ചെയ്ത സമയത്ത് കോളേജിൽ ഭയങ്കര എന്താ പറയുക, ഭയങ്കര നോട്ടബിൾ ആയിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു. സോ ഒരു ആക്ട്രസ് നമ്മുടെ കൂടെ പഠിക്കുക, കോളേജിൽ ഷൈൻ ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ നമ്മളിങ്ങനെ ഭയങ്കര വാവ് എന്നൊക്കെ പറഞ്ഞിട്ട് നോക്കിയുണ്ട്. അപ്പം നമ്മുടെയൊക്കെ എൻ്റെയൊക്കെ വെരി ക്ലോസസ്റ്റ് ഫ്രണ്ടായിരുന്നു. ഈ പറഞ്ഞ മാതിരി ലൊക്കേഷനിലെ വിശേഷങ്ങളൊക്കെ ലാലേട്ടനോടൊപ്പമുള്ള വിശേഷങ്ങളും ഒക്കെ നമ്മുടെ കോളേജിൽ വന്നിട്ട് ക്ലാസ്സിൽ പറയുമ്പോൾ ശരിക്കും ഈ പറഞ്ഞ മാതിരി കൗതുകത്തോടു കൂടി കേട്ടുകൊണ്ടിരുന്നതാണ്. ഒരു കാലത്തും വിചാരിച്ചിരുന്നില്ല അങ്ങനെ ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് വരുമെന്നാണ് അന്ന് പഠിക്കുന്ന കാലത്ത്. ഈ പഠിക്കുന്ന കാലത്ത് പഠിപ്പ് കഴിഞ്ഞിട്ടൊക്കെ ഈ ബാങ്ക് മാനേജർ ആവാൻ ഭയങ്കര ആഗ്രഹമായതെന്ന് കേട്ടിട്ടുണ്ട്. ഒരുപാട് ബാങ്കിങ് പരീക്ഷകളൊക്കെ എഴുതിയിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ശരിയാണ്. അതെ അതെ, BSRBയുടെ ടെസ്റ്റുകൾ ഒരുപാട് ഇങ്ങനെ എന്താ പറയാ, ഈ പൊങ്കാലയൊക്കെ നമ്മൾ എല്ലാ വർഷവും ഇടത്തില്ലേ, അതേമാതിരിയൊക്കെ ചെയ്യുമായിരുന്നു. കാരണം ബാങ്ക് മാനേജറിനെക്കാളൊക്കെ ഒരു ബാങ്കിൽ ഉദ്യോഗസ്ഥ, അത് എന്താണെങ്കിലും അതെന്താന്ന് എനിക്കിപ്പോഴും അന്നത്തെ കാലത്ത് എന്താണെന്ന് എനിക്കറിയത്തില്ല. എനിക്കൊണ്ട് അമ്മയൊക്കെ പറയുന്നുണ്ടായിരിക്കും, ഒന്നുകിൽ ഒരു ഇലക്ട്രിസിറ്റി ബോർഡിൽ, ബാങ്കിൽ, അങ്ങനെയൊക്കെ ഈ പറയുന്ന ഒരു സോ കോൾഡ് ഗവൺമെൻറ് ജോബ് അങ്ങനെയൊക്കെ പറയുന്നതുകൊണ്ടായിരിക്കാം മേ ബി. എനിക്കിപ്പോഴും അറിയത്തില്ല അന്ന് ഞാൻ ഈ ബാങ്കിൽ ഇത്രമാത്രം ബാങ്കിനോട് ഇത്രമാത്രം എന്താന്ന് അറിയത്തില്ല. പൈസ ഒരുപാട് എണ്ണുകയും അതൊക്കെ ആയിരിക്കാം മേ ബി. ലൈക്കോ ഈ പൈസകളൊക്കെ ഇങ്ങനെ എണ്ണി, എനിക്ക് തോന്നുന്നു അന്നത്തെ ഈ പൊട്ടയായ ചിന്തയായിരിക്കും, മാനേജർ വഴിയാണ് ഇത്രയും പൈസകളൊക്കെ പോകുന്നത്, അപ്പോൾ ഡെയിലി ഇത്രയും പൈസ ഒക്കെ കാണാമല്ലോ എന്നൊക്കെ ഉള്ള ഒരു പൊട്ടച്ചിന്തയായിരിക്കാം മേ ബി. പക്ഷെ അത് ഒരു കണക്കിന് ആകാത്തത് നന്നായി. അങ്ങനെയാണെങ്കിൽ ഇന്ന് നിങ്ങളുടെ മുന്നിൽ എനിക്കിന്ന് ഇവിടെ ഇരിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഒരു മാനേജർ ബാങ്കിൻ്റെ ഒരു ഭയങ്കര സംഭവമായിട്ട് എന്തെങ്കിലും ഒരു വളരെ ആ തരത്തിൽ പ്രശസ്തിയായിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിലല്ലേ നിങ്ങൾ ഇൻ്റർവ്യൂ ഉള്ളൂ. ഒരു ആക്ട്രസ് ആയിട്ട് ഇരുന്ന് ചെയ്യുമ്പോൾ അതിനൊരു പ്രത്യേകത ഉണ്ട്. പട്ടണത്തിൽ സുന്ദരനുള്ള ക്യാരക്ടറില്ലേ, അത് ശരിക്കും സോന നായരുന്ന് ഒരുപാട് അകലെയാണോ അടുത്താണോ? അകലെയാണ്. ആ ക്യാരക്ടറേ അകലെയാണ്. കാരണം എന്ന് വെച്ചാൽ പൊതുവേ ഞാൻ സുന്ദരൻ എന്ന് വെച്ചിട്ട് മൂവി എല്ലാവരും ഒട്ടുമിക്ക ആൾക്കാരും കണ്ടിട്ടുണ്ട്. ഇപ്പോഴും ആൾക്കാർ എൻ്റെ അടുത്ത്, ഞാൻ വെരി ഫസ്റ്റ് എൻ്റെ ലൈഫ് ടൈമിൽ ഇൻഡസ്ട്രിയിൽ വെരി ഫസ്റ്റ് കോമഡി, അതായത് ഒരു സോ കോൾഡ് ഒരു കോമഡി ട്രാക്ക് ചെയ്തിട്ടുള്ള ആദ്യത്തെ ഒരു കാൽവയ്പ്പും കൈവയ്പ്പും ഒക്കെ ആണ് അതില്. പക്ഷെ ആ കഥാപാത്രം കോമഡിക്ക് വേണ്ടിയിട്ടൊന്നും ചെയ്യുന്നൊന്നുമില്ല. ആ കഥാപാത്രം ബേസിക്കലി അങ്ങനെയാണ്. അങ്ങനെയുള്ള കുറേ കഥാപാത്രങ്ങൾ നമ്മുടെ ചുറ്റിലൊക്കെ ഉണ്ടല്ലോ. പക്ഷെ അങ്ങനെ ആ ഒരു കഥാപാത്രത്തെ ഞാൻ എൻ്റെ ചുറ്റിലൊന്നും ഞാൻ കണ്ടിട്ടില്ല. ബട്ട് അങ്ങനെ ഉണ്ട്. പക്ഷേ ഈ കുറേ നാട്ടും പ്രദേശത്തൊക്കെ ഉള്ള അങ്ങനെ ശരിക്കും ഒരു നാട്ടും പ്രദേശമാണല്ലോ ആ സിനിമ മൊത്തവും. അപ്പം അവിടെയൊക്കെ അങ്ങനെ ആയിരിക്കാം മേ ബി. അങ്ങനെയൊക്കെ വിദ്യാഭ്യാസവും വിവരവും ഇല്ലാതെ സൗന്ദര്യത്തിന് മാത്രം, സൗന്ദര്യമാണ് ഏറ്റവും വലിയൊരു മുതൽക്കൂട്ട് എന്ന് വിചാരിക്കുന്ന അത്തരത്തിലുള്ള ചിന്താഗതികളുള്ള സ്ത്രീകളൊക്കെ ഉണ്ടാവാമല്ലോ. അങ്ങനെ ഒരു സ്ത്രീ. പക്ഷെ ഞാനൊരിക്കലും എൻ്റെ ജീവിതത്തിൽ അങ്ങനെ അല്ല. എപ്പോഴും ഇങ്ങനെ സൗന്ദര്യവും ഇങ്ങനെയൊക്കെ ഉള്ള ചെയ്തിരിക്കുന്ന അങ്ങനെ അല്ല. പക്ഷെ അതിൽ നിന്നൊക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഇതായിരുന്നു. എങ്ങനെ ചെയ്തെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. ഒരു പ്രത്യേക ടോണിലൊക്കെ പാടില്ല. അയ്യോ, അത് പാടിയിട്ട് ദിലീപേട്ടൻ ഭയങ്കര ചിരിയായിരുന്നു ടേക്ക് ടൈമിൽ. അത് കാരണം എനിക്ക് 3-4 പ്രാവശ്യം ആ ടേക്ക് പോവേണ്ടി വന്നത്. ആക്ച്വലി വെരി ഫസ്റ്റ് ടേക്ക് ഓക്കെയാണ്. പക്ഷേ ഈ സജഷൻ ഷോട്ട് എടുക്കുമ്പോഴത്തേക്ക് പുള്ളി ചിരിക്കുന്ന ഒരവസ്ഥ കാണാൻ പറ്റും. കാരണം പുള്ളി അങ്ങനെ ചിരിക്കുകയല്ല അതിനകത്ത് ചെയ്യുന്നത്. ഇങ്ങനെ ഈ ചേട്ടത്തി ഇങ്ങനെ ആയിപ്പോയല്ലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്ന ഒരു സംഭവമാണ് ചെയ്യുന്നത്. പക്ഷെ ചിരിയുടെ ഈ ചീക്സൊക്കെ ഇങ്ങനെ പുള്ളിക്ക് ചിരി അടക്കാൻ പറ്റുന്നില്ല. ഞാനങ്ങനെ എന്തൊക്കെയോ മതിമറന്ന് ആ ഒരു ചുറ്റുപാടെ മറന്നങ്ങ് അഭിനയിക്കായിരുന്നു. ആ പാട്ടൊക്കെ വേറെ ലെവലിലൊക്കെയാണ് പാടി തീർത്തത്. അപ്പം അങ്ങനെ ഒരു ഡയലോഗ് ഉണ്ട് ഈ പാട്ട് പാടി കഴിഞ്ഞിട്ട്, ആ ഭാര്യ ഈ ഭാര്യയാണെന്ന് എനിക്കറിയില്ലായിരുന്നു. അത് ഇപ്പോഴും ആൾക്കാർ പട്ടണത്തിൽ സുന്ദരനിലെ കുറേ എൻ്റെ പോർഷൻസ് ഒക്കെ ഒരുപാട് കുട്ടികൾ റീൽസ് ചെയ്തിട്ട് എനിക്ക് ടാഗ് ചെയ്യാറുണ്ട്. സോ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. കാരണം
അതൊരു ഭയങ്കര ഭാഗ്യമല്ലേ, നമ്മൾ ചെയ്യുന്ന കഥാപാത്രങ്ങൾ എവിടെയോ ഏതോ ഒരു ഇടത്തിൽ അട്രാക്റ്റഡ് ആവുന്നുണ്ടായിരിക്കുമല്ലോ അത്തരം റീൽസുകളൊക്കെ വരുന്നത്. ഒരുപാട് പേര് ആ റീൽസ് ആ പാട്ട് വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ മേക്കപ്പ് ഇട്ടിട്ട് ഞാൻ കല്യാണത്തിന് പോകാൻ ഒരുങ്ങുമ്പോൾ അതൊക്കെ എന്നേന്ന് മനോഹരമായിട്ടാണ് കുട്ടികൾ ചെയ്ത് അയച്ചിട്ടുള്ളത്. ഒരുപാട് കുട്ടികൾ ആ കഥാപാത്രത്തിന് പോലെ തന്നെ ആളുകൾ എടുത്ത് പറയുന്ന ഒന്നാണ് നരനിലെ കഥാപാത്രവും. ഓരോ വട്ടം ഈ നരൻ ടി വിയിലൊക്കെ ടെലികാസ്റ്റ് ചെയ്തതിനു ശേഷം ഫേസ്ബുക്കിലൊക്കെ കുറിപ്പുകളൊക്കെ എഴുതാറുണ്ട്. കുന്നുമ്മൽ ശാന്തയും വേലായുധനും തമ്മിലുള്ള ബന്ധം, അവരുടെ പ്രണയം എന്തായിരിക്കും കുന്നുമ്മൽ ശാന്ത പറയാതെ പറഞ്ഞത്, അങ്ങനെയൊക്കെ. അതൊരു ലൈഫ് ടൈം ക്യാരക്ടറായിട്ട് അല്ലെങ്കിൽ ഒരു വലിയ അവാർഡായിട്ടാണോ സോന നായർ എടുത്തിട്ടുള്ള ആ കഥാപാത്രം അതിൻ്റെ സ്വീകാര്യത? ആ കഥാപാത്രത്തിന് ആക്ച്വലി പറയുകയാണെന്നുണ്ടെങ്കിൽ ലിറ്ററലി സ്പീക്കിംഗ് ആ കഥാപാത്രത്തിന് ഒരു പൂർണ്ണത ഉണ്ടായിട്ടില്ല. എന്നാൽ ഷൂട്ടിങ്ങിന് ഉണ്ടായിട്ടുണ്ട്, റിലീസിങ്ങിന് അത് ഉണ്ടായിട്ടില്ല, എഡിറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഒരു രീതിയും ഇൻ ബിറ്റ്വീൻ ആ കഥാപാത്രം എന്താണ് പോർട്രേ ചെയ്യാൻ കാണിച്ചതും എൻഡിലും ആ കഥാപാത്രം അത്രയും സ്ട്രോങ് ആയിരുന്നു. ആ 3 സാധനങ്ങളില്ല. അതുകൊണ്ട് ഇപ്പോഴും ആളുകൾ എൻ്റെ ആ ഒരു ചെറിയൊരു പ്രകടനം എന്ന് വേണമെങ്കിൽ പറയാം, ഞാൻ അതിനകത്തൊരു ഭയങ്കര സംഭവമായിട്ടൊന്നും ചെയ്തിട്ടുണ്ടെന്ന് എനിക്കങ്ങനെ തോന്നുന്നില്ല. ഓക്കെ, ആ ഒരു ക്യാരക്ടർ എന്താണ് നീഡ് ചെയ്തത്, ജോഷി സാർ എന്ന് പറയുന്ന ഒരു ഡയറക്ടറിന് എന്തായിരുന്നു ആവശ്യം, അതാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അങ്ങനെയാണല്ലോ, ഒരു ഡയറക്ടറിന് ആവശ്യമുള്ളല്ലോ നമുക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം അത് ഞാൻ കൊടുത്തിട്ടുണ്ടെന്ന്. പക്ഷേ ഇപ്പോഴും ആൾക്കാർ എന്നെ അപ്ലോസ് ചെയ്യുമ്പോഴത്തേക്ക് ആ കഥാപാത്രത്തെ ചൊല്ലി എൻ്റെ അടുത്ത് ഇങ്ങനെ ഭയങ്കരമായിട്ട് പ്രൈസ് ചെയ്യുമ്പം ഞാൻ താങ്ക്സ് ഒക്കെ പറയുമെങ്കിലും എൻ്റെ മനസ്സിൽ ഭയങ്കരമായിട്ടൊരു സങ്കടം, ഇല്ലാത്ത അവസ്ഥയുണ്ട്. ഓഫ് കോഴ്സ് ഉണ്ട്. അത് എങ്ങനെ ഈ ആൾക്കാരെ അറിയിക്കും, ഞാൻ ചെയ്തു വെച്ചത് എങ്ങനെ ആൾക്കാർ കാണും എന്നുള്ളത് ഉണ്ട്. കാരണം അത്ര മനോഹരമായിട്ടുള്ള 2-3 സീൻസാണ്. അതായത് ആ കഥാപാത്രത്തിൻ്റെ ഒരു പക്ക ക്യാരക്ടറൈസേഷനാണ് പോയത്. ആ ക്യാരക്ടർ ആർക്ക് എന്ന് പറയുന്ന കാര്യം പോയല്ലേ. നിങ്ങൾ കാണുന്ന കുന്നുമ്മൽ ശാന്തയല്ല അത് ഷൂട്ടിനുള്ളപ്പോൾ, ലൊക്കേഷനിലുള്ളപ്പോൾ നിങ്ങൾ കണ്ട കുന്നുമ്മൽ ശാന്തയല്ല അത്. അപ്പം അതിന് ഇപ്പോഴും എനിക്ക് അതിനകത്ത് ഒരു നിരാശ ഉണ്ട്. അങ്ങനെയുള്ള സൈഡ് ഞാൻ ഒരുപാട് ഇന്റർവ്യൂസിൽ പറഞ്ഞു. പക്ഷെ ഈ ഒരു പറച്ചിലുകൾ പറയുമ്പോൾ ആൾക്കാർ കമന്റ് ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ, ഇവളാര്, ഇവർ ഭയങ്കര സംഭവം, ഇവളെന്താണ്, ഇവളില്ലാന്നുണ്ടെങ്കിൽ നര അങ്ങോട്ട് മറിക്കും, മലർത്തും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ള ബാഡ് കമന്റ്സുകൾ വരും. പക്ഷേ എനിക്ക് തന്ന കഥാപാത്രത്തിന് അത്രയും പവർഫുൾ ആയതുകൊണ്ട് മാത്രമാണ് അത്തരം കഥാപാത്രങ്ങളിലേക്ക് ഞാൻ കൈവച്ചതും. മനസ്സിലായില്ലേ? അത് ജോഷി സാർ എന്ന് പറയുന്ന ഒരു മഹാനായ സംവിധായകൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നതിന് ഒരു ഭാഗ്യമാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ വെരി ഫസ്റ്റ് വർക്ക് ചെയ്യുന്നതാണ് അദ്ദേഹത്തിനോടൊപ്പം. അപ്പോൾ എല്ലാവർക്കും ജോഷി സാർ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഒരു ജോഷി സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യണമെന്ന് വെച്ചാൽ അത്രമാത്രം നല്ല ഇടിപെട്ട് പടങ്ങളാണ് നമ്മുടെ മുമ്പിൽ തന്നിട്ടുള്ളത്.